ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തലസ്ഥാന നഗരിയിൽ ചലച്ചിത്ര വസന്തം. ആവേശം നിറച്ച് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. ലോക സിനിമയുടെ മായിക കാഴ്ചകളുമായി തിരുവനന്തപുരത്തേക്ക് കേരള രാജ്യാന്തര ചലച്ചിത്രമേള വീണ്ടും വിരുന്നെത്തി. കേരളത്തിന്റെ സ്വന്തം ചലച്ചിത്രമേള തലസ്ഥാനത്തെ തീർത്തും സിനിമാ നഗരിയാക്കി മാറ്റിയിരിക്കുന്നു. നിശാഗന്ധിയിലെയും ടാഗോർ തിയേറ്ററിലെയും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രധാന തിയേറ്ററുകളിലെയും ആവേശങ്ങളിലേക്ക് ചലച്ചിത്ര പ്രവർത്തകരും സിനിമാസ്വാദകരും അലിഞ്ഞുചേരുന്നു. എവിടെയും സിനിമാ ചർച്ചകളും സംവാദങ്ങളും വിലയിരുത്തലുകളും. മേളയുടെ മഹത്തായ 30 വർഷത്തെ യാത്രയുടെ പ്രതീകമായി 30 ദീപങ്ങൾ ഒരേ സമയം തെളിയിച്ചുകൊണ്ടാണ് ഈ മാസം 12-ന് കേരള രാജ്യാന്തര ചലച്ചിത്ര മഹോത്സവത്തിന് തിരിതെളിഞ്ഞത്. വിദേശത്തു നിന്നും ഉൾപ്പെടെയുള്ള പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ അണിനിരന്ന വേദിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 30 വർഷം പൂർത്തിയാക്കുന്ന അഭിമാന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. ഇന്ത്യയിലെ 30 എഡീഷനുകൾ പൂർത്തിയാക്കുന്ന ഏക ചലച്ചിത്ര മേളയാണ് IFFK എന്നത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. വ്യത്യസ്ത നിലപാടുകളും മനുഷ്യത്വപരമായ കാഴ്ചപ്പാടുകളുമാണ് IFFKയെ ഇന്ത്യയിലെ മറ്റ് ചലച്ചിത്രമേളകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പ്രത്യേകമായി ഒരു സിനിമാ നയം രൂപീകരിക്കുകയാണെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കൊൽക്കത്ത ചലച്ചിത്രമേള 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയെങ്കിലും ആ മേള പൊതുജന പങ്കാളിത്തത്തോടെ നടത്താൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടായിട്ടുള്ളൂ. മാത്രമല്ല, ഇന്ത്യൻ സിനിമാ രംഗത്ത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രമോഷനും നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഫിയാഫിന്റെ അംഗീകാരമുള്ള ലോകത്തെ 27 രാജ്യങ്ങളിലെ 42 ചലച്ചിത്രമേളകൾ ഒന്നാണ് IFFK. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തന നിരതവും ഊർജ്ജസ്വലവുമാക്കുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി വർത്തിക്കുന്നതിന് IFFK കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ IFFK സർഗാത്മകമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഉൾപ്പെടെ കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഗമമാണിത്. ഉയർന്ന കലാബോധവും ഉന്നതമായ ആസ്വാദന ശേഷിയുമുള്ളവരുടെ കൂട്ടായ്മയാണ് ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവണതകളെ ചെറുക്കാനും അതുവഴി വിശാല മാനവികതയുടെ സന്ദേശം പരത്താനും ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതുന്ന നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി 26ാമത് IFFKയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഏർപ്പെടുത്തിയത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. ഇത്തവണ 16 തിയേറ്ററുകളിലായിട്ടാണ് 8 ദിവസത്തെ മേള നടക്കുന്നത്. കേരളത്തിലെ സിനിമാ രംഗത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയ്ക്ക് ഒരു പുതിയ നയം നമ്മൾ നടപ്പാക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നയ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഈ വർഷത്തെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് നൽകി ആദരിച്ചു. വംശീയ അനീതിക്കെതിരെ പോരാടുന്ന അവരുടെ സിനിമകൾക്ക് ലഭിച്ച അംഗീകാരം IFFKയുടെ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ആവർത്തിച്ചുറപ്പിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും സിനിമയെ സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് ഇവിടെ ആദരിക്കപ്പെടുകയാണെന്നും തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായാണ് ഈ പുരസ്കാരത്തെ കാണുന്നതെന്നും കെല്ലി ഫൈഫ് മാർഷൽ പറഞ്ഞു. Standing here at the International Film Festival of Kerala is an honor that I will carry for the rest of my life. IFFK has always been a festival that celebrates courage. To receive the Spirit Award in a place that holds such a fierce love for cinema community is deeply meaningful. The core of my work is standing up against the injustices faced by the Black community. Across the world right now, we are witnessing a rise in violence, displacement, and silencing. And what I know and what my ancestors know is that an injustice for one community is an injustice for all communities.
We're fighting for a world where every marginalized voice can rise without fear. We are fighting for dignity, for safety, for fundamental right to exist. And cinema and the stories we tell carry the responsibility. പാലസ്തീൻ അംബാസഡർ അബ്ദുള്ള എം അബു ഷാവേഷ് ഉൾപ്പെടെയുള്ള അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ ഷാജി എൻ കരുണിനെക്കുറിച്ചുള്ള കരുണയുടെ ക്യാമറ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയും സിനിമാ ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ രാജീവ് നാഥിനെ ആദരിക്കുകയും ചെയ്തു. മലയാള സിനിമയുടെ ഭാവുകത്വത്തെയും സൗന്ദര്യബോധത്തെയും വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സാധിച്ചു. ഇത് കേവലം ഒരു പ്രദർശനവേദി മാത്രമല്ല, മറിച്ച് സിനിമാ സങ്കല്പങ്ങളെയും കാഴ്ചപ്പാടുകളെയും നവീകരിക്കുന്ന ഒരു സാംസ്കാരിക പ്രക്രിയയാണെന്ന് IFFKയുടെ ആദ്യകാല സംഘാടകരിൽ ഒരാളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ കെ ജയകുമാർ പറഞ്ഞു. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിൻ്റെ സിനിമാ ഭാവുകത്വത്തെ വളരെ വലിയൊരളവിൽ മാറ്റിമറിക്കാൻ ഈ ഫെസ്റ്റിവലിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കേരളത്തിലെ ജനങ്ങളാണ്, കേരളത്തിലെ ചെറുപ്പക്കാരെയാണ് ഈ ഫെസ്റ്റിവൽ സ്വാധീനിച്ചിരിക്കുന്നത്. അവരുടെ പ്രതികരണശേഷി, അവർക്ക് ജീവിതത്തിനോടുള്ള മനോഭാവത്തിൽ, അവർക്ക് ഓരോരോ സാമൂഹികനോടുള്ള അവരുടെ നിലപാടുകളിലൊക്കെ തന്നെ സർഗാത്മകമായി സ്വാധീനിക്കാൻ ഈ ഫെസ്റ്റിവലിന് സാധിച്ചു. ദേശീയ അന്തർദേശീയ മത്സര ചിത്രങ്ങൾ, ലോക സിനിമ, ഇന്ത്യൻ സിനിമ തുടങ്ങിയ വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 സിനിമകളാണ് ഇത്തവണ മേളയിലെത്തിയതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇവയിൽ ചില ചിത്രങ്ങൾ പ്രദർശനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആൻമേരി ജാസർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആയിരുന്നു മേളയിലെ ഉദ്ഘാടന ചിത്രം. പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെ കഥ പറഞ്ഞ ഈ ചിത്രം മേളയുടെ പ്രമേയത്തിന് ഒരു ദാർശനിക തുടക്കം നൽകി. 1936 പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചരിത്ര സിനിമ ടോക്കിയോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരുന്നു. സിനിമ എന്നത് വെറുമൊരു കാഴ്ച മാത്രമല്ല, ചർച്ചകളും സംവാദങ്ങളും കൂടിയാണ്. ഓപ്പൺ ഫോറം, മീറ്റ് ദ ഡയറക്ടർ, സെമിനാറുകൾ, പ്രദർശനങ്ങൾ തുടങ്ങിയവയും മേളയുടെ മാറ്റുകൂട്ടുന്നു. IFFKയുടെ 3 പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന എക്സ്പീരിയൻസ് പ്രത്യേക പ്രദർശനം പരിപാടിയുടെ മറ്റൊരാകർഷണമാണ്. യുവതലമുറയ്ക്ക് സിനിമ എന്ന കലയെ അടുത്തറിയാൻ ഇതിലും നല്ലൊരു വേദിയില്ലെന്നാണ് പ്രതിനിധികളുടെയും പ്രേക്ഷകരുടെയും അഭിപ്രായം. കേരള രാജ്യാന്തര ചലച്ചിത്രമേള തങ്ങൾക്ക് ഉത്സവലഹരിയാണ് സമ്മാനിക്കുന്നതെന്നും പുതിയ കൂട്ടുകെട്ടുകൾ, പുതിയ ലോക സിനിമകൾ, ഇവയിലൂടെ പുതിയ ഊർജ്ജം നേടാൻ മേള ഉപകരിക്കുകയാണെന്നും അഭിനേതാവും യുവ സംവിധായകനുമായ ഗിരിധർ പറയുന്നു. എല്ലാ വർഷവും വരാറുണ്ട്. ചെയ്ത സിനിമകൾ ഫെസ്റ്റിവലിന് വന്നിട്ടുണ്ടെന്ന് വലിയ സന്തോഷം. എൻ്റെ ഫസ്റ്റ് ഫിലിം പലരിമാണിക്കായിരുന്നു. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ അകം ചെയ്തു. അകവും മൂവി ഇവിടെ ഉണ്ടായിരുന്നു, ഫെസ്റ്റിവലിലുണ്ടായിരുന്നു. നമ്മളൊരു സിനിമകളെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര അവലോകനം ചെയ്ത് അതിങ്ങനെ കാച്ചിക്കൂടി കാണുന്ന എല്ലാ സിനിമകൾക്കും കയറുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി സെലക്ട് ചെയ്ത സിനിമയാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിൽ നിന്ന് പഠിക്കാനുണ്ടാവും. ആക്ടർ എന്ന രീതിയിൽ കൂടുതലും ആ സൈഡാണ് ശ്രദ്ധിക്കാറ്. കാരണം അഭിനയമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, നമുക്ക് എന്തൊക്കെ കിട്ടും, എല്ലാ സിനിമയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കുന്ന ആളാണ്. ഫസ്റ്റ് ഡേ തന്നെ ബീഫ് എന്നൊരു സിനിമ കണ്ടിരുന്നു. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിട്ട് കണക്ട് ചെയ്തൊരു മൂവി ആയതുകൊണ്ട് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു. കഴിയുന്നതും ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് കാണുന്നത്. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടാണ് കാണുന്നത്. എന്നാലും മാക്സിമം 5 സിനിമകൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എയിം. ഇവിടെ എത്തുന്നവർക്ക് സിനിമയോടുള്ള സ്നേഹം അതുല്യമാണെന്നും ഇവിടെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയുന്നത് പോലെയാണെന്നും IFFKയിലെ സ്ഥിരം സാന്നിധ്യമായ കൊല്ലത്തു നിന്നുള്ള പ്രതീഷ് ശങ്കർ പറഞ്ഞു. ഞാൻ കോമ്പറ്റീഷൻ സെക്ഷനിൽ ഏകദേശം ഒരു 4 സിനിമ കണ്ടു. അപ്പോൾ അതിൽ 4 സിനിമകളിൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് റാബിറ്റ്, വൈറ്റ് റാബിറ്റ് ആണ്. ഒരു താജിക്കിസ്ഥാൻ മൂവിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഒരു മേക്കിംഗ് ആണ്. കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കഥ പറച്ചിലാണ്. ഒരു ഇറാനിയൻ ക്ലാസിക് ചിത്രം റീമേക്ക് ചെയ്യുന്ന ഒരു കഥയാണത്. അപ്പോൾ അതിൻ്റെ ഒരു സബ്ജക്റ്റ് വൈസിനെക്കാട്ടിലും മേക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ടിട്ടുള്ളതൊരു സിനിമ ജസീറ എന്ന് പറഞ്ഞ മൂവിയാണ്. അത് ഈ താലിബാനിൽ, അഫ്ഗാനിസ്ഥാനിലെ സംഭവങ്ങളാണ്. അതായത് ഈ താലിബാൻ്റെ ഒരു കടന്നുകയറ്റം അവിടുത്തെ ഒരു സാധാരണ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അത് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു തീവ്രമായിട്ടുള്ള രീതിയിൽ ആവിഷ്കരിക്കാമായിരുന്നു തോന്നി. ഫോക്കസ് ചെയ്യുന്നത് വേൾഡ് സിനിമയും കോമ്പറ്റീഷൻ സെക്ഷനും കൂടുതലായിട്ട് കാണാൻ ശ്രമിക്കാറുണ്ട്. ആദി സ്നേഹത്തിന്റെ വിരുന്നുമേശ എന്ന ചിത്രം സ്വന്തമായി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് മേളയിൽ പ്രദർശിപ്പിച്ച മിനി IG പോലുള്ളവരുടെ പുതിയ ശബ്ദങ്ങളും മേളയിൽ ശ്രദ്ധേയമായി. IFFKയിൽ ഇതുവരെ പ്രേക്ഷകയായി എത്തിയിരുന്ന തനിക്ക് ഒരു ചിത്രവുമായി ഇവിടെ എത്താനും അത് പ്രദർശിപ്പിക്കാനും കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു.
ഇത് ആധുനിക കാലത്തെ ബന്ധങ്ങളെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നുണകളൊന്നുമില്ലാതെ സത്യസന്ധമായിട്ട് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിസിൻറ്റഗ്രേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെയും പാർട്ട്നേഴ്സിനെയും ഒക്കെ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും, അവരെ നമ്മൾ ഒരു ട്രോമയിലേക്ക് നയിക്കാതെ കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് ഇതിനെ ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു സെർച്ചാണ് ഇത്. നമ്മൾ 40 മണിക്കൂർ കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു നമുക്ക്. ഈ ഒരു 2 ദിവസം 2 രാത്രികൾ കൊണ്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യും എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സ്റ്റുഡൻ്റ് ലൈഫിൽ തൊട്ട് നമ്മളിത് ഇവിടെ ഫെസ്റ്റിവലിന് വരുന്നു, കാണുന്നു. അപ്പോൾ അവിടെ നമ്മൾ സിനിമ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. ഇത് വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണല്ലോ. ഗൗരവമേറിയ സിനിമകൾ കാണാനുള്ള അതുല്യ അവസരമാണ് IFFK-യിലൂടെ ലഭിക്കുന്നതെന്നും ഇത്തവണയും അത്തരത്തിലുള്ള ഒട്ടേറെ സിനിമകൾ കാണാനുള്ള ഭാഗ്യമുണ്ടായതായും സ്ഥിരമായി മേളയ്ക്കെത്താറുള്ള ലതീഷ് പറഞ്ഞു. 4 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുകയുള്ളൂ. ലളിതമായിട്ടുള്ള സിനിമ സമീപനങ്ങളെ ഞങ്ങൾ ഒഴിവാക്കാറുണ്ട്. ഇതിനെ ഈ കണ്ടതിൽ ആദ്യത്തെ ദിവസ ഷോ തന്നെ എന്ന് പറഞ്ഞാൽ മരിയാന സുറം എന്ന് പറയുന്ന ഫിംഗലിൻ്റെ പടമായിരുന്നു. ഇത് ഒരു ഉക്രൈനിയൻ ജ്യൂസിൻ്റെ പടമാണ്. മീൻസ് അവരെ സംബന്ധിച്ചുള്ള സംഗതിയാണ്. മരിയാനെ എല്ലാവരും കാണുന്നത് മോശക്കാരിയായിട്ടല്ലേ, മരിയാനയ്ക്ക് ഭയമില്ല എന്ന് സ്വയം മരിയാന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവളുടെ പേര് ഏറ്റവും കൂടുതൽ അതിനകത്ത് പറയുന്നത് അവൾ തന്നെയാണ് എന്നുള്ളതാണ്. സ്വന്തം ഐഡന്റിറ്റി അല്ലെങ്കിൽ സെൽഫിനെ അവൾ നിഷേധിക്കുന്നത്. അത്യപൂർവം സിനിമകളിൽ മാത്രം ഇങ്ങനെ സ്വയം നിഷേധിക്കാൻ ഭാഷ കൊണ്ട് കഴിയുന്നത് ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. നല്ല സിലക്ഷനാണ് അത്യാവശ്യം. പക്ഷെ പഴയതുപോലെ തന്നെ ഓളങ്ങൾ ഉണ്ടാക്കുന്ന പടങ്ങളല്ല. പകരം ഇതിന്റെ സമീപനത്തിൽ വളരെ പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്ന പടങ്ങളൊക്കെയാണ് ഒരുപാട് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. പെണ്ണും പൊറാട്ടും എന്ന സിനിമയുമായി മേളയിലെത്തിയ രാജേഷ് മാധവൻ. IFFK-യിൽ ഇപ്രാവശ്യം സിനിമയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പെണ്ണും പൊറാട്ടും സ്ക്രീനിങ് കഴിഞ്ഞു. കണ്ടവർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അത് കേട്ടിട്ടുള്ള സന്തോഷത്തിലാണ് ആക്ച്വലി. പിന്നെ ഒരുപാട് മൃഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് ആക്ച്വലി പുതുമുഖങ്ങൾ വെച്ച് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടവും സന്തോഷം. നമുക്കൊരു പ്രത്യേക ഒരു ഗ്രാമം ഫീൽ ചെയ്യിക്കണമായിരുന്നു, ഒരു പ്രത്യേക ഒരു നാട് ഫീൽ ചെയ്യിക്കണമായിരുന്നു. ആ നാട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പുതിയ ആൾക്കാരെ വെക്കുമ്പോഴാണ് അതിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ ആ സ്ഥലത്തേക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുതുമുഖങ്ങളെ വെച്ച്. പിന്നെ ഞാൻ ഈ പണിയാണ് കൂടുതൽ കാലം എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കത് അത്ര വലിയ ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല. പ്രേക്ഷകർക്കൊപ്പം സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരുടെ സാന്നിധ്യം കൊണ്ടും മേള ശ്രദ്ധേയമാവുകയാണ്. പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാജി പറ്റിക്കര. ഞാൻ ഇന്നലെ കൈരളി തിയേറ്ററിൽ നിന്ന് സമസ്ത ലോക സിനിമ കണ്ടു. അത് ടി പത്മനാഭൻ സാറിന്റെ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷെറി ഗോവിന്ദനാണ്. ഫുൾ മാർക്ക് സിനിമയുടെ ബാനറിൽ ജഷീദ ഷാജിയാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ എഴുത്തച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത ഇർഷാദ് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ചിത്രം കണ്ടതിൽ നിറഞ്ഞ സംതൃപ്തിയാണ് എനിക്കുള്ളത്. 8 ദിനരാത്രങ്ങൾ തലസ്ഥാന നഗരിയെ സിനിമയുടെ പൂരപ്പറമ്പാക്കി മാറ്റുന്ന 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും. സുവർണ ചകോരം, രജത ചകോരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മേള അതിന്റെ കലാപരമായ നിലപാടുകൾ വീണ്ടും ഉയർത്തിക്കാട്ടും. മേളകൾ അവസാനിക്കുമ്പോഴും സിനിമകൾ ബാക്കിയാവുകയാണ്. ഒരു തിയേറ്ററിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പല രാജ്യക്കാരോടും പല ഭാഷക്കാരോടുമൊപ്പം ഒരുമിച്ചിരുന്ന സിനിമ കാണുമ്പോൾ ലോകത്തിലെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് നാം തിരിച്ചറിയുന്നു. IFFK-യുടെ 30 വർഷത്തെ പാരമ്പര്യം വെറും സിനിമകളുടെ എണ്ണമല്ല, മറിച്ച് മനുഷ്യന്റെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സ്വപ്നങ്ങളുടെയും ലോകം തുറന്നിട്ട 30 വർഷങ്ങളാണ്. ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അടുത്ത പതിപ്പിനായി നമുക്ക് കാത്തിരിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.